ഇന്ന് ദിവസം 21. വചന വായനയുടെ പാഠങ്ങൾ: ഉൽപ്പത്തി 39, 40 അധ്യായങ്ങൾ, ജോബ് 31, 32 അധ്യായങ്ങളും, സുഭാഷിതങ്ങളുടെ പുസ്തകം 3 അധ്യായം 33 മുതൽ 35 വരെയും. നമുക്ക് വചന വായന ആരംഭിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. ഉൽപ്പത്തി അധ്യായം 39. ജോസഫ് ഈജിപ്തിലേക്ക് നയിക്കപ്പെട്ടു. അവനെ അവിടേക്ക് കൊണ്ടുവന്ന ഇസ്മായേലിയരുടെ കയ്യിൽ നിന്ന് ഫറവോയുടെ ഉദ്യോഗസ്ഥനും കാവൽപ്പടയുടെ നായകനുമായ പോത്തിഫർ എന്ന ഈജിപ്തുകാരൻ അവനെ വാങ്ങി. കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ഐശ്വര്യവാനായിരുന്നു. ഈജിപ്തുകാരനായ തൻ്റെ യജമാനൻ്റെ വീട്ടിലായിരുന്നു അവൻ. കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതെല്ലാം കർത്താവ് അവൻ്റെ കരം വഴി മംഗളകരമാക്കുന്നെന്നും അവൻ്റെ യജമാനൻ കണ്ടു. ജോസഫ് അയാളുടെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്തി. അവൻ അയാളെ ശുശ്രൂഷിച്ചു. അയാൾ അവനെ